നമസ്കാരം. സഞ്ജുവിന് ICC വിലക്കുമോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഉയരുന്ന ആശങ്കാപരമായ ചോദ്യം. പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, മറ്റന്നാളാണ് ഇന്ത്യ ഇംഗ്ലണ്ട് സെമിഫൈനൽ മത്സരം. സഞ്ജു നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയെ സെമിയിലേക്ക് കൊണ്ടെത്തിച്ചതാണെങ്കിൽ പോലും സഞ്ജുവിന് കുറച്ച് പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. സഞ്ജുവിന് ICC വിലക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സഞ്ജു സെമി കളിക്കില്ലേ എന്നൊരു ചോദ്യവും നിൽക്കുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം സഞ്ജു കഴിഞ്ഞ മത്സരത്തിലെ അവസാനത്തെ ഷോട്ട് ബൗണ്ടറി അടിച്ചതിന് ശേഷം സഞ്ജുവിൻ്റെ സെലിബ്രേഷനൊക്കെ നമ്മൾ ആഘോഷിച്ചതാണ്, കണ്ടതാണ്. പക്ഷേ കാര്യങ്ങൾ കുറച്ച് പ്രശ്നത്തിൽ നിൽക്കുകയാണ്. കാരണം സഞ്ജു ആ സെലിബ്രേഷനിടയിൽ ഹെൽമെറ്റ് തൻ്റെ തലയിൽ നിന്നും ഊരി എറിയുന്നത് കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ആ ഗ്ലൗസോടെ പിന്നീട് തൊഴുന്ന കാഴ്ചയും കണ്ടതാണ്. ഈ ഹെൽമെറ്റ് ഊരുന്നത് ICCയുടെ നിയമപ്രകാരം ചട്ടപ്രകാരം ഒരു കുറ്റമാണ്. അത് ഈ താരങ്ങൾക്ക് എതിരെ കർശനമായ നടപടി എടുക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നതാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫേക്ക് വാർത്തയായിട്ട് കാണരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോറിയാണ്. ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഈ സ്റ്റോറിയുടെ ഡെപ്ത്. അതുകൊണ്ടാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സഞ്ജുവിനെ വിലക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ICCയുടെ ഭാഗത്തു നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഇങ്ങനൊരു സാധ്യത ഉള്ളതായിട്ട് കാണുന്നത്. എന്തായാലും ICCയുടെ പെരുമാറ്റച്ചട്ടത്തിലെ ആർട്ടിക്കിൾ 2.2 പ്രകാരം കായിക ഉപകരണങ്ങൾ വലിച്ചെറിയുന്നതാണ് ഇത് കാണിക്കുന്നത്. അതായത് അനാദരവ്, ഈ കായിക ഉപകരണങ്ങളായ സ്റ്റമ്പ്, ബാറ്റ്, ഹെൽമെറ്റ്, ഗ്ലൗസ്, പാഡ് എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ എടുത്ത് വലിച്ചെറിയുന്നതും അനാദരവ് കാണിക്കുന്നതുമൊക്കെ എതിർ ടീമിലെ കളിക്കാർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വലിച്ചെറിയുന്നതും ശിക്ഷാർഹമാണ്. നമുക്കറിയാം സഞ്ജു ഹെൽമെറ്റ് വലിച്ചെറിഞ്ഞതിൻ്റെ സൈഡിലൊന്നും ഒരാളും ഇല്ല. പക്ഷേ എന്നാൽ പോലും എതിർ ടീമിന് അത് വാദിക്കാം, അല്ലെങ്കിൽ മാച്ച് റെഫറിക്ക് അങ്ങനെ തോന്നുകയാണ് ഈ പ്ലെയർ മനഃപൂർവ്വം ഹെൽമെറ്റ് എറിഞ്ഞ് ഒരാളെ പരിക്കേൽപ്പിക്കാനാണ് ചെയ്തതെങ്കിൽ ഒരുപക്ഷെ മാച്ച് റെഫറിക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. എന്തായാലും ഇതിൻ്റെ ഡിസൈസീവ് പവർ മാച്ച് റെഫറിക്ക് തന്നെയാണ് എന്നത് പറയേണ്ടി വരും. എന്തായാലും സഞ്ജു ഹെൽമെറ്റ് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നത് നമ്മുടെ ദൃശ്യങ്ങളിലുണ്ട്. ഇത് സഞ്ജുവിന് നടപടി ഉണ്ടാക്കാനുള്ള കാരണമാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഇതേ T20 ലോകകപ്പിൽ ഈ ഹെൽമെറ്റ് വലിച്ചെറിഞ്ഞതിൻ്റെ പേരിൽ തന്നെ വേറൊരു താരത്തിന് ഇതുപോലെ ICC ഒരു പ്രശ്നം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സഞ്ജുവിന് നേരെയും ഈ ഒരു ചോദ്യം വരുന്നത്. ഫെബ്രുവരി 18 സ്കോട്ട്ലൻഡ് താരമായ ജോർജ് മൻസി സ്കോട്ട്ലൻഡ് ഓപ്പണിംഗ് താരമാണ്. ജോർജ് മൻസിക്കെതിരെ ഒരു ഡീമെറിറ്റ് പോയിന്റ് കൊടുത്തിരുന്നു. അത് ഈ T20 ലോകകപ്പ് മത്സരത്തിന് പുറത്തായതിനു ശേഷം ഹെൽമെറ്റ് എറിഞ്ഞതായിരുന്നു ജോർജ് മൻസിക്ക് ഒരു ഡീമെറിറ്റ് പോയിന്റ് കൊടുക്കാൻ കാരണം. ഇപ്പോൾ ജോർജ് മൻസിക്ക് ആ ഡീമെറിറ്റ് പോയിന്റ് ഒതുങ്ങാനുള്ള കാരണം അടുത്ത മത്സരത്തിൽ എന്തായാലും സ്കോട്ട്ലൻഡ് ഇല്ല, കാരണം സ്കോട്ട്ലൻഡ് പുറത്തായി. അതിൻ്റെ ദേഷ്യത്തിലാണ് ജോർജ് മൻസി ഹെൽമെറ്റ് എടുത്ത് എറിയുന്നത്. അപ്പോൾ അല്ലാണ്ട് സഞ്ജുവിനെ പോലൊരു താരത്തിന് ഒരു മത്സര വിലക്ക് ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ സാധാരണഗതിയിൽ നമുക്കൊരു ആശ്വാസകരമായ കാര്യം പറയാനുള്ളത്, ഇങ്ങനത്തുള്ള സന്ദർഭങ്ങളിൽ ഒരു മത്സര വിലക്കുണ്ടാവാൻ സാധ്യതയില്ല. മാച്ച് ഫീയുടെ 50% കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 1-2 ഡീമെറിറ്റ് പോയിൻറ്റ്സ് കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട്. അതൊരു വാർണിംഗ് ആണ്. അടുത്ത മത്സരത്തിലൊന്നും പ്ലെയർ ഇങ്ങനെ കാണിക്കും. നമ്മൾ ഫുട്ബോളിൽ യെല്ലോ കാർഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വാർണിംഗ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം എന്നത് വേണം തന്നെ പറയാം. പക്ഷേ ഇതൊരു ലെവൽ 1 കുറ്റകരമാണ് എന്നതും കൂടി പറയുന്നുണ്ട്. ഈ ഒന്നുകിൽ ഇതിൻ്റെ തീരുമാനം, അൾട്ടിമേറ്റ് തീരുമാനം, ഇത് നമുക്കിതൊക്കെ പറയാമെങ്കിൽ പോലും ഇതിൻ്റെ ഡിസൈസീവ് തീരുമാനം ഇതിൻ്റെ ഒരു ഡിസിഷൻ എടുക്കുന്നത് മാച്ച് റെഫറീസ് ആണ്. മാച്ച് റെഫറിക്ക് തോന്നുകയാണ് സഞ്ജു എറിഞ്ഞത് ഹെൽമെറ്റിനോടുള്ള അനാദരവാണ്, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കിറ്റിനോടുള്ള അനാദരവായിട്ടാണ് തോന്നുന്നതെങ്കിൽ അയാളെ സസ്പെൻഡ് ചെയ്യാനുള്ളൊരു അധികാരം മാച്ച് റെഫറിക്കുണ്ട്. അതായത് അടുത്ത ഇംഗ്ലണ്ട് മത്സരത്തിൽ സഞ്ജു കളിക്കില്ല എന്ന് മാച്ച് റെഫറി തീരുമാനിച്ചാൽ സഞ്ജു കളിക്കില്ല. അത് ദാറ്റ്സ് ഹൗ ഇറ്റ് സ്റ്റാൻഡ്സ്. അല്ല, ഇതൊരു ആഹ്ലാദ പ്രകടനം കൊണ്ട് വെറുതെ എറിഞ്ഞതാണ് എന്ന് തോന്നിക്കഴിഞ്ഞ് ഒരു ഇളവ് വരുത്തിയാൽ സഞ്ജുവിന് ഇംഗ്ലണ്ടിനെതിരായ മത്സരം കളിക്കാം, ഫെയർ ആൻഡ് സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമുക്കിത് കുറച്ച് പ്രശ്നത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ റിപ്പോർട്ട് എടുക്കുന്നത്. ഒരു 90% കാര്യങ്ങൾ അനുകൂലമാണ്. സഞ്ജുവിനെതിരെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഉറപ്പായിട്ടും ഒരു മാച്ച് ഫീ ഡിഡക്ഷൻ ഉണ്ടാവും. അതിപ്പോൾ ഈ ഹെൽമെറ്റ് എറിഞ്ഞതിൻ്റെ പേരിൽ തന്നെ മാച്ച് ഫീ എന്തായാലും ഡിഡക്റ്റ് ചെയ്യും. അത് ആർക്കും കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. അത് 50% ആണോ 40% ആണോ അല്ലെങ്കിൽ 30% ആണോ എന്നൊക്കെ മാച്ച് റെഫറിയാണ് തീരുമാനിക്കുന്നത്. എത്ര പോയിന്റ്സ് കുറയും, ഇപ്പോൾ ജോർജ് മൻസിക്ക് ഒരു ഡീമെറിറ്റ് പോയിന്റ് കൊടുത്തതുപോലെ സഞ്ജുവിനും 1-2 ഡീമെറിറ്റ് പോയിന്റ് ആണ് കൊടുക്കുന്നത് എന്നതും വ്യക്തമാക്കേണ്ടതുണ്ട്. പിന്നെ ഇത് ദേഷ്യത്തിൽ വലിച്ചെറിഞ്ഞതല്ല, കാരണം മത്സരം ഇന്ത്യ ജയിച്ചല്ലോ. അപ്പോൾ സന്തോഷത്തിൽ ഒരു ആഹ്ലാദ പ്രകടനത്താൽ വലിച്ചെറിഞ്ഞതായതുകൊണ്ട് തന്നെ മാച്ച് റെഫറി അങ്ങനെ ഒരു നിലപാടും കൂടി എടുക്കുകയാണെങ്കിൽ സമാധാനം എന്നത് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല നിലവിൽ നിൽക്കുന്നത്. അതിനി അവിടെ നിന്ന് തീരുമാനിച്ച് അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം മാത്രമേ ഒരു സമാധാനത്തോടു കൂടി സഞ്ജു ഇംഗ്ലണ്ടിനെതിരെ കളിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയൂ. പക്ഷേ നിലവിൽ സഞ്ജുവിൻ്റെ പ്ലേയിങ് 11 സ്ഥാനം കുറച്ച് പ്രശ്നത്തിലും ചോദ്യചിഹ്നത്തിലുമാണ് നിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.